السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നമ്മുടെയൊക്കെയും ആധ്യാത്മിക ഗുരുവും മാർഗദർശകനും സമസ്തയുടെ സമർത്ഥനായ നേതാവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അനസ് അൽ ഹാദി തങ്ങളവറുകളെ, അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും വാഗ്മിയും അതേപോലെ സ്ഥലം ഖതീബുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി ഉസ്താദ് അവറുകളെ, ഈ സംരംഭത്തിന്റെ സഭാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനീഫ്, കാര്യദർശി ബഹുമാനപ്പെട്ട സഫ്വാൻ അഹമ്മദ്, മറ്റും സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെയും ഇവിടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട സകലരുടെ സകലമാന പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാ ഓരോരുത്തരുടെ സർവ്വ ലാഹിറും ബാത്തിനുമായ രോഗങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ജനങ്ങൾ ഇന്നിപ്പോ വാഴലിന് വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും വരുന്ന സമയത്തും കുറെ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരൊക്കെ കിട്ടിയവരൊക്കെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഉമ്മയുടെയും സഹോദരന്മാരുടെയും ഒക്കെയും ദുആറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചറബ് അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിരിസത്തെ ചങ്ങായിമാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ ഞങ്ങളെ റായത്തുക്ക് ദീനി പ്രഭ ചൊരിഞ്ഞ് ഞങ്ങളെ റായത്തുക്ക് മാർഗദർശന കാട്ടി തന്നെ ഈ ഉമ്മത്ത് എപ്പോഴും മരിക്കുക തീരാത്ത പോലത്തെ മരിച്ചെങ്കും മറക്കുക തീരാത്ത രൂപത്തിൽ നേതൃത്വം തന്നോട്ടിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ അല്ലാഹു തആല മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കുമാറാവട്ടെ. ഉദ്ദബെട്ടു നേർച്ച ചെന്നെങ്കിൽ ഇവർ പ്രസിദ്ധമായ ഒരു നേർച്ച ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉദ്ദബെട്ടുടെ തെരിയാത്ത ആളുമാറില്ല. ദൈനംദിന എത്രയോ ആളുമാർ അങ്ങനെ സമസ്യ പരിഹാരത്തിക്ക് വേണായിട്ട് മനസ്സുക്ക് ഒരു സമാധാനത്തിക്കും ശാന്തിക്ക് വേണായിട്ട്
കഷ്ടപരിഹാരത്തിന് വേണായിട്ട് ഇവിടെ ഉള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് ദുആരന്നിട്ട് സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ആ നനപ്പാക്കിയിട്ട് ആ ദുആരക്കട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വത പോലത്തെ സമസ്യയും മഞ്ഞ് പോലെ കൽകി കൊടുത്തിട്ടു നല്ല രൂപത്തിൽ മനസ്സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ ജീവൻ നടത്തുന്ന പോലത്തെ ആയിരക്കണക്കിന് ആളുമാറുള്ള അതൊരു പ്രസിദ്ധ കേന്ദ്രമായിട്ട് ಅದರ ಒಟ್ಟಿಗೆ ಹಿಂದೂ ಮುಸ್ಲಿಂ ಜೈನനും ക്രൈസ്തവനും സകല ധർമ്മത്തെ ആളുമാരെ ഭാവൈക്യത കേന്ദ്ര അതേപോലെ ഉടല്ല ഉറൂസ് നടക്കുന്ന സന്ദർഭത്തിൽ സുധാരിച്ചിട്ട് കടത്തുകയാനായിട്ട് ഞങ്ങളെ പരിസരത്തുള്ള ഹിന്ദു സഹോദരന്മാരുടെ സമയത്ത് വന്നിട്ട് ഇതൊക്കെ സപ്പോർട്ട് ആക്കിടാറ് ഇതിലൊട്ടേക്ക് ബെന്നലുമായിട്ട് നിന്നിട്ട് ഇതിൽ ഹിദ്മത്ത് എടുക്കിടറ് ചെല്ലത് അത് വലിയൊരു ബിസിയായി ഇണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ ഈ ഇന്ത്യത്തിലും ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലയിലും കലുഷിത വാതാവരണത്തെടൽ ഈ രൂപത്തിൽ പരസ്പര സഹോദരന്മാരെ പോലെ അങ്ങ് ഉള്ളറുണ്ടാകുമ്പോഴത്തേക്കും അത് വലിയൊരു ഇസ്സത്ത് അതായിട്ട് ഇവിടെ അല്ലാഹുടെ ഔലിയാക്കന്മാരുടെ പവർ ഉണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളത്തോളം ഞങ്ങളെ റായത്തെ സകല ധർമ്മത്തെ ആളുമാരെയും സാഹോദര്യത്തെ നിലനിർത്തുന്ന പോലത്തെ സൗഭാഗ്യ അല്ലാഹു ഞങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഹസൻ ഹൈദറോസ് ജുമാഅത്ത് പള്ളിയുടെ ഈ ഉറൂസി അതേപോലെ നേർച്ച ഇതിലെല്ലാത്തെയും ഹിദ്മത്ത് എടുക്കടിച്ച് നിങ്ങൾക്ക് വലിയൊരു ಅದರ ಖಾದಿಮಿಗಳಾവുന്നത് ഈ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആവുന്നത് അതിന്റെ മെമ്പർമാരാവുന്നത് ഈ ഉറൂസ് അതേപോലെ നേർച്ച കമ്മിറ്റിയുടെ ഭാരവാഹിമാരാവുന്നതല്ല ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർ സ്വാലിഹ്യങ്ങൾ കാട്ടിത്തന്ന തെരുടെ ഒരു ഹിദ്മത്തിലൊരു ഭാഗ്യ ആ ഭാഗ്യ കിട്ടും പിന്നെ ആ ഭാഗ്യ കിട്ടും ഒരു ഭാഗ്യം ആ ഭാഗ്യവന്തന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ആൾമാറായിട്ട് കിടറുണ്ട് അൽഹംദുലില്ലാഹ്. അതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ട് വാളുക വന്നത് ഒരു കുക്കിലധാരിയുടെ വാളുക അല്ലെങ്കിൽ വേറൊരു വാളല്ല ഉദ്ദേശ ബദൽ ഒരു നല്ലൊരു ജാഗലായിട്ട് കിടതിക്കടെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങന്മാർ പറയുമ്പോഴത്തേക്ക് ഉസ്താദുമാർ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ദുആരക്കുമ്പോഴത്തേക്ക് ഒരു ആമീൻ ചെന്ന പുറത്തേക്ക് അത് മൈ ഞങ്ങളെ ദുനിയാവുടെയും ആഖിറത്തിലെയും സലാമത്തും സന്തോഷത്തും ചെന്നിട്ട് ആ വിഷയത്തിലായിട്ട് ഇവിടെ നിങ്ങൾ തെച്ചിട്ടുള്ളത് വാള് എപ്പോഴും കേൾക്കട് എല്ലാ മൊത്തലും കേൾക്കട്ടെ ഉത്തുലകത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഉറങ്ങുമ്പോഴത്തേക്കും എണിക്കുമ്പോഴത്തേക്കും വാള് കേൾക്കടുണ്ട് യൂട്യൂബിലും ലൈവിലെല്ലാം കേട്ടുണ്ടുള്ളത് വലിയ വിഷയതല്ല ഈ സദസ്സിൽ വന്ന് ദൈക്കൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടല്ലേ അതൊരു വലിയൊരു വിഷയമായിട്ട് ആ നിങ്ങൾ ദൈക്കുള്ള കാരണം അതായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ആ സാന്നിധ്യമുള്ള മജ്ലിസ് ആ നിയത്തോടു കൂടെ തെച്ചങ്ങക്ക് തക്കതായ പ്രതിഫലം കിട്ടുചെല്ല ഉദ്ദേശത്തിൽ പടച്ചറബ് നിങ്ങൾ എല്ലാവരെയും ദുനിയാവുടെയും ആഖിറത്തിലെയും എല്ലാവിധ സമസ്യ പരിഹരിച്ചിട്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. എങ്ങത്തെങ്ങത്തുള്ള കഷ്ട ഇന്ന ആളുമാറുള്ള എങ്ങത്തെങ്ങത്തുള്ള രോഗ ഇന്ന ആളുമാർ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുള്ള ആളുമാർ കടത്തിൽ നിറഞ്ഞിട്ടുള്ള ആളുമാർ ഉത്തര പരത്തിലേക്ക് തീരാത്ത പോലത്തെ പരിസരത്തിലുള്ള ആളുമാർ അകയില്ലാണ്ട് കഷ്ടപ്പെട്ട ആളുമാർ ഇങ്ങനത്തെ എത്രയുള്ള സമസ്യത്തിലുള്ള ആളുമാറുള്ള എല്ലാവരെയും സമസ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ബർക്കത്ത് കൊണ്ടിട്ട് അതേപോലെ ഇൻഷാ അല്ലാഹ് പ്രത്യേകം നിനപ്പാക്കുള്ളത് നാളെ ആധ്യാത്മിക മജ്ലിസ് ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദിനെ നൂറെ അജ്മീർ കാര്യക്രമമായിട്ട് ഇവിടെ നാളെ നടക്കുകയുണ്ടത് ഈ പരിസരമുള്ള നൊറയുടെ പോലത്തെ വിശേഷമായ കാര്യക്രമ ആയിരക്കണക്കിന് ആളുമാർ സേരുടെ പോലത്തെ ഒരു കാര്യക്രമ ദുആത്ത് ഉത്തര കിട്ടുന്ന പോലത്തെ ഒരു മജ്ലിസ് ആയിട്ട് ആ മജ്ലിസും ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കുന്ന മജ്ലിസ് അത് നടക്കണതാ സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ പേരിലുള്ള ആ സുന്ദരമായ ആ സാന്നിധ്യമുള്ള ജാഗലായിട്ട് ഇതെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ആ വിശേഷ സാന്നിധ്യ സംയുക്തമാക്കുന്ന സന്ദർഭത്തിൽ പടച്ചറബ് ഞങ്ങളെ സമസ്യയുള്ള പരിഹാരാക്കുക ചെന്നതിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന ആ വിശേഷമായ നൂറ് അജ്മീർ കാര്യക്രമത്തിൽ ആയത്ര വേഗത്തിൽ ആയത്ര എതിർല് ബന്നിടത്തേക്ക് ഇന്ന് പ്രയത്നാക്കറു അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാവട്ടെ. പിരിസത്തെ മുഅ്മിനീങ്ങളെ ഞങ്ങളെല്ലാവരും മുഅ്മിനായ ആളുമാർ ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുമാർ ഞങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്തിനാ ഞങ്ങൾ മുസ്ലിം ചെന്നിട്ട് എവിടെ പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേരുണ്ട് പേര് എതിൽ ഞങ്ങളെ ധർമ്മ കേൾക്കുമ്പോഴത്തേക്കു മുസ്ലിം ചെന്നിട്ട് ഞങ്ങൾ എന്തൊരു ക്രമമുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫോറം ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ പാസ്പോർട്ട് അതേപോലെ ഫോറം ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ ഇത്ര ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ ധർമ്മ ഏതിന്റെ സന്ദർഭത്തിൽ അവിടെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മ ചെന്ന് ഫില്ലാപ്പാക്കുന്ന ക്രമമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ രൂപത്തിൽ സമ്പൂർണ്ണമായിട്ടും മുസ്ലിം ചെല്ലുടെ പോലത്തെ അർഹത ഞങ്ങളിട്ട് ഉണ്ടാ ചെല്ലത് ഞങ്ങൾ ആളച്ചനാക്കോണായ ഞങ്ങളെ ഈമാൻ ഞങ്ങളെ ഇസ്ലാം ഞങ്ങളെ സംസ്കൃതി ഞങ്ങളെ ജീവനശൈലി ഞങ്ങളെ പദ്ധതി ഞങ്ങളെ ഹാഗു ഹോഗു ഞങ്ങളെ കൊടുക്കുന്നതും എടുക്കുന്നതും ഞങ്ങളെ സകലമാന വ്യവഹാര അതുക്കും ഇസ്ലാമുക്കും സംബന്ധം ഉണ്ടാ ഇല്ല ഞങ്ങൾ ആയിട്ട് കിടത് തീരുമാനാക്കണായത്
അപ്പോ ഞങ്ങളെ ഇസ്ലാമിയത്തെ തീർമാനാക്കണായ ಇನ್ನೊರ್ತರ ಇಸ್ಲಾಂ ಅಲ್ಲ ನಂಗ ತೀರ್ಮಾನಾಕಣ ಇದು ಬದಲಿಗೆ ನಾನು ನನ್ನ ಇಸ್ಲಾಮಿയുടെ ನಾ ತೀರ್ಮಾನಾಕೋಣು ನನ್ನ ಖಬರು ಅದು ನಾನು ತೀರ್ಮಾನಾಕೋಣು ನನ್ನ ಪರಲೋಕ ಅದು ನಾನು തീർമാനാക്കണത് ഇന്ത്യ എച്ചരം സാൽമാർക്ക് ഇല്ലാത്തൊരു വസ്തു എല്ലാം ഉണ്ട് മനുഷ്യകൊണ്ട് മുന്നോട്ടത് പോലെയല്ല മുന്നോട്ട് കുറെ വർഷத்துக்கு മുന്നോട്ട് 10 25 30 40 വർഷத்துக்கு മുന്നോട്ട് ഈ സ്ലാപ്പും അതും അതേപോലെ RCC ഇതെല്ലാം ബണ്ടക്കാണ് മുന്നോട്ട് അതേപോലെ ഇണ്ട് കണ്ട ആധുനിക സൗലഭ്യ ബണ്ടക്കാണ് മുന്നോട്ട് ഫാൻ ഇല്ലാത്ത AC ഇല്ലാത്ത ഒരു കാലത്തില് കറണ്ട് സമയത്തെ ഇല്ലാത്ത ഒരു കാലത്തില് മനുഷ്യക്ക് ദൈക്കുക സമത്തില് അക സമയത്തെ ഇല്ലാണ്ട് ജോപടി പട്ടിയില മുളിയുടെ അകത്തില സോഗയുടെ അകത്തില മടലുടെ ഔത്തുല ദൈക്കട ഒരു കാലം ഇന്ന് മുന്നുള്ള ഇപ്പത്തെ പുതിയ പാലക്കാർക്കും മക്കൾക്കും ചെന്നങ്ങത്തിൽ അർത്ഥാവത്തെ വിസയായിട്ടിക്കും അതെല്ലാം വെറുതെ ചെന്നൊരു പേരിക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ട് ഉള്ളത് അങ്ങനത്തെ ഒരു കാലം ഇന്ന് അങ്ങനത്തെ ഔത്തിൽ തെച്ചാൽമാറായിട്ട് കിട്ടിയിട്ട് തെച്ചിരിക്കട പ്രത്യേക വയസ്സര മനുഷ്യ നിങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളത് മുളിയുടെ ഔത്തിലും സ്വാഗയുടെ ഔത്തിലുള്ള തെച്ചിട്ട് പിന്നെ അനുഭവം ഇന്നത് അവിടെ ജാവുക മഴകാലത്തിൽ ജാവുക ഉറങ്ങുക തീരാത്ത പോലത്തെ പരിസ്ഥിതി ഔത്തിൽ ഇന്ന സന്ദർഭ ആ സന്ദർഭത്തില് തിണ്ണുക ഭയത്തുകെന്നും ഇല്ലെങ്കും ഇടകു സമത്തെ ഡ്രസ് ഇല്ലാണ്ട് കണ്ടെങ്കും ഉറങ്ങുക വ്യവസ്ഥിത രൂപത്തിൽ ഇന്ന ജാഗയില്ലാണ്ട് കണ്ടെങ്കും മനുഷ്യ ഒരു ബസ്തി എന്തിനു ചെന്നെങ്കിൽ നെമ്മതി ചെല്ലൊരു ബസ്തി ജാവുക ಬೇಗ പോയിട്ട് ഉറങ്ങിയെങ്കിൽ സ്വബീകൊന്ന് റാഹത്തിൽ ಬೇಗ എണിക്കുക അവിടെ പോലത്തൊരു നെമ്മതി ഒരു സമാധാന ഒരു കൊസി ആ കൊസിയും ആ സമാധാനവും 5 ഫ്ലോറുടെ ഔത്തുലു 8 ബെഡ്റൂം എന്നിട്ട് എല്ലാത്തിലും സെൻട്രൽ AC വെച്ചിട്ട് റാഹത്തിൽ പൊക്കുളുടെ മണ്ണ് ചൊരോടത്തോളം തിണ്ടിട്ട് കിടന്ന് തിന്ന് കണ്ടെങ്കും ആ ഒരു നെമ്മതി ഇന്ന് കാണുക സാധ്യമേ ഇല്ല ഇണ്ട് മനുഷ്യക്ക് ഉറക്കില്ല ഉറക്ക ബണ്ടില്ല എന്തൊരു ബിസ ടെൻഷൻ എന്തൊരു ടെൻഷൻ അവൻ ആക്കുക തീരാത്ത ബിസത്തേക്ക് കൈയിട്ടാ പോകു തീരാത്തത് പോയിരാ എടുക്കുക തീരാത്തത് എടുക്കറാ തിന്നുക തീരാത്തത് തിന്നുറ അങ്ങനെ പരസ്പര യന്ത്രചന്ദ്ര സൂക്ഷ്മത ഇല്ലാത്ത രൂപത്തിൽ അവന്റെ ജീവനത്തില് അവന്റെ ചലന വലനത്തിൽ ഉണ്ടായ അവന് ക്രിയേറ്റ് ആക്കിയ വിഷയത്തിലായിട്ട് അവന്റെ നെമ്മതി നഷ്ടപ്പെട്ടു പോയത് തിന്നുകൊന്നും കൊറത്തയില്ലുണ്ട് കുടിക്കൊക്കെ കൊറത്തയില്ല ഡ്രസ്സിന്റെ കൊറത്തയില്ല വ്യവസ്ഥയുടെ കൊറത്തയില്ല എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നറ എല്ലാം തന്നിട്ട് ഇന്നിട്ടും സമയത്ത് ഇല്ലാത്തങ്ങളെ പോലെ ആയിട്ട് കിടേണ്ട മനുഷ്യരുടെ അവസ്ഥ എത്ര ഉണ്ടുണ്ട് കണ്ടെങ്കും മയ്യായിട്ട് ചെന്നിട്ട് മനുഷ്യരുടെ ബായിൽ ബണ്ടില്ല നിങ്ങൾ നോക്കിയുള്ളൂ ഇന്നത്തെ ആധുനിക ബിസിനസ് മാൻമാർ അല്ലെങ്കിൽ ആധുനിക ബാണിയാക്കിട ആൾമാർ ആധുനിക രൂപത്തിൽ ജീവൻ നടത്തുന്ന ആൾമാർ ഗൾഫിലിക്കട്ട് റായത്തിലിക്കട്ട് എത്ര വേണമെങ്കിലും കാസിക്കട്ട് എത്ര വേണമെങ്കിൽ ജാഗിക്കട്ട് എത്ര വേണമെങ്കിൽ അധികാരത്തിലിക്കട്ട് എങ്ങനെയുള്ളവരെ കാക്കാട്ട് കേൾക്കുമ്പോഴത്തേക്കും അൽഹംദുലില്ലാഹ് എന്തും തൊന്തരയില്ല ചെന്ന് ഒരു മനുഷ്യരുടെ ബായിലുണ്ട് പണ്ടക്രമയില്ല എല്ലാവരും ചെല്ലുന്നവരെ എന്തും പ്രയോജനമില്ല ഉസ്താദേ അല്ലേ എല്ലാവരുടെ ബായിലും പണ്ടത് എന്തും പ്രയോജനമില്ല കഴിഞ്ഞ വർഷത്തെ കാണാ ബാരി ബാഡായിട്ട് ബാരി ബാക്ക് ആയിട്ട് കിടന്നങ്ങ ഉള്ളത് കഴിഞ്ഞ വർഷം അങ്ങനത്തെ തൊന്തരയില്ല എന്ന് ചെന്നിട്ട് ആറിത് ചെന്നോണ്ടല്ലേ കഴിഞ്ഞ വർഷം കേട്ടപ്പോ ചെന്നറാവണോ എന്തും പ്രയോജനമില്ല ഉസ്താദേ മുന്നത്തെ വർഷം ഭാര്യ നല്ല ഇന്ത്യ ചെന്നിട്ട് അതേപോലെ ഇണ്ടും ചെന്നോണ്ടുള്ളവണോ എന്തും പ്രയോജനമില്ല ചെല്ലവണോ എന്തും പ്രയോജനമില്ല ചെല്ലവണോ പണ്ട് വർഷം നിക്കേട്ട് നോക്കോണ്ടിട്ടിക്കെ എങ്ങനെയുള്ള നിങ്ങളതെല്ലാം വ്യവഹാരം എന്തും പ്രയോജനമില്ല കഴിഞ്ഞ വർഷം തൊന്തരയില്ലാത്ത ഒരു മാതിരി ചെന്നിട്ട് അവനക്ക് പ്രയോജനം മരിക്കട്ട ലാഷത്തോളം ആവില്ല ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരുടെ മനുഷ്യരുടെ ഭയത്തിലുള്ളകത്തേക്ക് കബറുടെ മണ്ണല്ലാണ്ട് നിറയാല മനുഷ്യരുടെ ഭയത്ര ഉൾഗത്തേക്ക് കബറുടെ മണ്ണല്ലാണ്ട് നിറയില്ല ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പായിട്ട് അവന് പേരിക്കെടുത്ത് പടച്ചവനെ കബറിൽ അവന്റെ ഭയത്തേക്ക് മണ്ണ് നിറയുടെ സന്ദർഭത്തില് കബറിലെത്തിട്ട് മണ്ണാവിടെ സന്ദർഭത്തില് പാമ്പും തേളും പുളും വന്നിട്ട് അവന്റെ ശരീരത്തെ തിണ്ട് തീർക്കട സന്ദർഭത്തില് അവന് ചെന്നോണ്ടുള്ളത് അല്ലാ നന്റെ ഒന്ന് ഭൂമിക്ക് റിട്ടേൺ കടത്തിനാതാ നിനക്ക് സൗകര്യ തന്നര സൗലഭ്യ തന്നര സുഖവും സന്തോളവും സമ്പത്തും നിയമത്തും അധികാരവും തന്നര എവിടെത് ചിലടത് കബൂറിൽ കിടക്കട സന്ദർഭത്തിൽ ഫാൻ ഇല്ലാണ്ട് AC ഇല്ലാണ്ട് ഡ്രസ് ഇല്ലാണ്ട് അതേപോലെ കുളിക്കുക വ്യവസ്ഥയില്ല ദൈക്കട വ്യവസ്ഥയില്ല കിടക്കട വേറെ വ്യവസ്ഥയില്ല ബെഡ് ഷീറ്റില്ല ആറുമില്ല എന്തുമില്ലാണ്ട് സീറോ ആയിട്ട് മൈനസ് ആയിട്ട് കേക്കത്തടിയിൽ പോയിട്ട് കിടക്കട സന്ദർഭത്തിൽ ചിലർ പളക്കമുണ്ട് റബ്ബേ നന്റെ ഒന്ന് ഭൂലോകത്തേക്ക് തിരിച്ച് കടത്ത് അല്ലാ
മുന്നൊളുന്നാണ് ആക്കാത്ത എല്ലാ സ്വറത്തിൽ നിന്നാണ് ഇന്നൊരുക്ക ആക്കിട സത്കർമാക്കിട നല്ലവണായിട്ട് പണ്ട റബ്ബേ ചെന്നിട്ട് ഒരു നാളുണ്ട് ആ ചെന്നല്ല ആറ് ഖബർ എത്തിയപ്പറത്താവിടൂ നിക്ക് അൽഹംദുലില്ലാ റബ്ബുനക്ക് നല്ല വ്യവസ്ഥ തന്നിറാ അല്ലാഹുനക്ക് സവളത്ത് തന്നിറാ നാണ് നല്ലാവുക സമയവും തന്നിറാ അള്ളനക്ക് ആരോഗ്യ തന്നിറാ എന്തിലും പടച്ചറബ്ബുനക്ക് കുറുടിയാക്കിട്ടില്ല നാദാ ഈ ഖബറുകളുടെ ജീവനത്തിന് മേനായിട്ട് മാത്രമാണ് എന്തും കൊമ്പെന്നില്ല അതുകൊണ്ടിട്ട് ഇന്നൊരുക്ക നിന്റെ കടത്ത് തമ്പുരാനെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഖബറുക്ക് മേനായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് നാണ് ഇന്നൊരുക്ക ബണ്ടേ റബ്ബേ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചിൽ പിന്നെ മനുഷ്യർ അല്ലാഹുവിൽ ചെല്ലാണ്ടിക്കില്ല സമയം മിഞ്ചു പോയിട്ടായിട്ട് പിന്നെ റിട്ടേൺ ബണ്ട് വിസയില്ല ഇന്നത്തോള ഖബർ നിന്നിട്ട് ഇന്നൊരുക്ക പുനർജന്മായിട്ട് ദുനിയാവുക്ക് ബന്നവണില്ല ഒരാളുമില്ല ഇണ്ട് ആധുനിക ബാലക്കാരിൽ ചെല്ലുമ്പത്തേക്ക് ബാലക്കാറോ 5 വക്ത നിസ്കാരത്തേക്ക് പള്ളിക്കെത്തില്ല നോമ്പ് പിടിക്കുമോണെ കള്ളുകുട്ടിയുടെയും വ്യഭിചാരത്തെയും ഹറാമത്ര പിറകില് പോവണ്ട നിന്റെ ജീവനത്തെ പടക്കാക്കണ്ട മരിക്കൊണ്ട് നാളെ ഖബറിൽ കിടക്കുകൊണ്ട് ചെല്ലുടെ വിഷയത്തില് നിന്റെ ആധുനിക മക്കൾക്ക് വാത് ചെല്ലുടെ സന്ദർഭത്തില് നിങ്ങളെ പാലക്കാർ ചെല്ലുടെ ഒരു പലക്കമുണ്ട് ഉസ്താദേ മരിച്ചെങ്കിൽ ആ മരിച്ചിൽ പിന്നെ ശിക്ഷ കൊണ്ട് ചെന്നിട്ട് ചെന്നവണാറ് കണ്ടവണ് പോയിട്ടാറ് വന്നറാ കൊറിയാൽമാർക്ക് ഡൗട്ട് അതേപോലെ എന്തേ മരിച്ചൽ പിന്നെ ആറ് ഖബർക്ക് പോയിട്ട് വന്നറാ അവിടെ ശിക്ഷ ഉണ്ട് റക്ഷ ഉണ്ട് ചെന്നവണാറ് അതിലെ പേരുതേക്കുള്ള അതിലെ പേടിപ്പാട്ടൊക്കെ ചെല്ലുടെ അത്ര ഉള്ളേ ആറ് നോക്കിയിട്ട് വന്നറാ ആരും കണ്ട് വന്നവണുള്ളണ കാണാണ്ടല്ലേ ചെന്നോട്ടുള്ളത് ഇന്റെ മനുഷ്യ അത്യബുദ്ധിവന്ത മുന്നോലത്തെ പോലെയല്ല നമ്പിക്ക മനുഷ്യ കുക്കുറുടി ഉണ്ട് അല്ല വാപ്പാടി നമ്പില്ല ഉമ്മടി നമ്പില്ല അങ്ങനത്തെ ഒരു കാളായിട്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ ചെല്ലതുക്ക് ഖബറിൽ പിന്നെ മരിച്ചൽ പിന്നെ ഒരു ശിക്ഷ ഉണ്ട് ഒരു പ്രപഞ്ചം ഉണ്ട് രക്ഷ ഉണ്ട് ചെല്ലതുക്ക് ഒരു തെരു ഞങ്ങൾ എല്ലാവരും ഉമ്മടെ ഗർഭകോശത്തിനിട്ട് പുറത്ത് അല്ലേ ഒരാളും ഉമ്മടെ ഗർഭകോശ ഇല്ലാണ്ട് ബന്നവണില്ല ബാപ്പ ഇല്ലാണ്ട് ഭൂമിക്ക് ബന്നങ്ങളുള്ള ഉമ്മ ഇല്ലാണ്ട് ഭൂമിക്ക് വന്ന ബന്നങ്ങളുടെ സംഖ്യ കുറടി അല്ലെങ്കിൽ ഇല്ലാണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മടെ ഗർഭകോശത്തിനിട്ട് പുറത്ത് വന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ബാപ്പ ഇല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭകോശത്തെ ഉൾഗത്തെ വന്ന ആളല്ല അതുകൊണ്ട് ബാപ്പയും ഇല്ല ഉമ്മയും ഇല്ല ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും ഗർഭകോശത്തെ വന്ന ആളല്ല അതുകൊണ്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്കും ബാപ്പയും ഇല്ല ഉമ്മയും ഇല്ല ഏതായാലും ഞങ്ങൾ എല്ലാവരും ഗർഭകോശത്തെ പുറത്തേക്ക് വന്ന ആൾ ഉമ്മടെ ഗർഭകോശത്തെ ചിലർ പ്രപഞ്ചത്തിൽ അതൊരു ചെറിയൊരു പ്രപഞ്ച ആ ചെറിയ പ്രപഞ്ചത്തിൽ ആയതിലായിട്ട് കുറിയ നാൾ മാത്രം ഞങ്ങൾ ഇവിടെ ഇന്നത് ഒലിമ്പ തിങ്ങളും മാക്സിമം ഒലിമ്പ തിങ്ങളും ഒലിമ്പോ നാള് അല്ലെങ്കിൽ ഒരു 10 നാള് അതൊക്കെയാണ് അപ്പുറം 6 പന്നിന്റെ തിങ്ങള് ഒരു 1 വർഷം ഉമ്മയുടെ പേത്രകത്തില് 6 തെച്ചിട്ടില്ല കുറെ സ്പീഡിൽ ബന്ധങ്ങളുള്ളത് 7 തിങ്ങളിലും ബന്ധങ്ങളുള്ളത് 6 തിങ്ങളിലും ബന്ധങ്ങളുള്ളത് ഒലിമ്പര തിങ്ങളുടെ കാണാൻ യാർ അപ്പുറം പോയി ആറും ഉമ്മയുടെ ഗർഭകോശത്തിലില്ല അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഗർഭകോശത്തിൽ ഗർഭകോശത്തിലിക്കട സന്ദർഭത്തിൽ നിങ്ങൾക്ക് കണ്ണിന്ത് ഉമ്മടെ ഗർഭകോശത്തിൽ നിങ്ങൾ ഇന്നിട്ട് ഒരു 4-5 തിങ്കളാവിടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ ഉമ്മടെ ഗർഭകോശത്തിൽ വന്നിട്ട് ഇറച്ചിട ഗിട്ട പോലെ ഇന്ന് ഞങ്ങൾക്ക് റൂഹു ചെല്ലുടെ ജീവചെല്ലുടെ ആത്മചെല്ലുടെ ബസ്തറിയിട്ട് തന്നിട്ട് അതിൽ പിന്നെ ഉമ്മടെ ഗർഭകോശത്തിൽ നിങ്ങൾ ജീവ ഇന്ന മനുഷ്യയായ അതിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കണ്ണിന്തില കാതിന്തില മൂക്കിന്തില ബായിനാവിന്തില പല്ലിന്തില കയ്യും കാളും എന്ത് ഞങ്ങളുടെ ശരീരത്തിൽ പ്രതി ഒരു പാർട്സും ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് ഒന്നു കേക്കട്ട ഉമ്മടെ ഗർഭകോശത്തിൽ കണ്ണ് നിക്ക് എന്നിട്ടും നീ കണ്ണുകളെ എന്തിനെ നോക്കിര കാതിന്നിട്ട് ഉമ്മടെ ഗർഭകോശത്തിൽ ഇന്ന കാത് കൊണ്ടിട്ട് നീ എന്തിനെ കേട്ടര ഉമ്മടെ ഗർഭകോശത്തിൽ കൈയില്ലാത്ത നിക്ക് നിന്റെ കൈ കൊണ്ടിട്ട് ഉമ്മടെ ഗർഭകോശത്തിൽ എന്തിനെ തൊട്ട നീണ് എന്തിനെ പിടിച്ചിര എന്തിനെ എടുത്തര എന്തിനെ കൊടുത്തര നീണം ഉമ്മയുടെ ഗർഭകോശത്തിൽ ഇന്ന കാളിന്ത നിക്ക് ആ കാള് കൊണ്ടിട്ട് എന്തിർത്തക്ക് നീ നടന്നിര നിന്റെ കാള് യൂസ്ലെസ് ആയിട്ട് എന്ത് നിന്റെ കണ്ണ് യൂസ്ലെസ് ആയിട്ട് എന്ത് നിന്റെ കാത് ഉപകാരത്തില്ലാത്ത നിന്റെ നാവ് കൊണ്ടിട്ട് ഉപകാരം ഇല്ലാത്ത നിന്റെ ഉമ്മടെ ഗർഭകോശത്തിലേക്കുള്ള സന്ദർഭത്തിൽ നിന്റെ ശരീരത്തിൽ ഓരോരോ പാർട്സ് കൊണ്ടും ഒരു ഉപകാരവും നിൽക്കില്ലാത്ത വെറുതെക്കും നമുക്ക് എന്ത് അല്ലാണ്ട് ഉമ്മടെ ഗർഭകോശത്തിൽ ഇന്ന ഉപയോഗം ഇന്ന ഒരേ ഒരു വസ്തു ഏത് കേട്ട് മനുഷ്യരുടെ പൊക്കിള് മാത്രം നമുക്കൊരു പൊക്കിള് ചൊല്ലൊരു വസ്തു ഈ പൊക്കിളുകൾ ബള്ളിത്ത് ഒരു ലൈനിത്ത് ഒരു വയർ
അത് ഉമ്മയുടെ ശരീരത്തിൽ ലിങ്ക് അവിടെ പ്ലഗ് അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് പൂന്നൽപ്പിനായിട്ട് ഇവിടെ കട്ടാക്കിട്ട് എടുത്തിട്ട് ഉമ്മയും മോണും ഒരേ തടിയത് അത് പുറത്തേക്ക് വന്നാൽ പിന്നെ കട്ടാക്കിട്ട് എടുത്തിട്ട് വേറെ വേറെ ആക്കി അല്ലെ. ഈ ദയിച്ചിട്ട് ഇവിടെ എച്ചിനം സാളുമാറും ഉമ്മമാറി കുറതിലല്ലേ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉമ്മത്തിന്റെ ഉമ്മ തിന്നോണ്ടിന്ന ആഹാര പൊക്കളുടെ മുഖാന്തരായിട്ട് ഇവിടെ ഞങ്ങളെ ഭയത്തേക്ക് വന്നോണ്ടിന്നത്. ഉമ്മ എടുത്തോണ്ടിന്ന ശ്വാസ അതും പൊക്കളുടെ മുഖാന്തരായിട്ട് ഇവിടെ ഞങ്ങളെ ശരീരത്തേക്ക് പറ്റിയോണ്ടിന്നത്. ഉമ്മ തിന്നോണ്ടിന്ന ആഹാരത്തെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളെ ശരീരം പൂർണ്ണമായിട്ടും വന്നോണ്ടിന്നത്. അത് ഞങ്ങളെ വായിൽ എന്തും തിന്നിട്ടില്ല, മൂക്കിൽ ശ്വാസം എടുത്തിട്ടില്ല, കണ്ണിലെന്തും നോക്കിയിട്ടില്ല, കാത് കൊണ്ടിട്ടെന്തും കേട്ടിട്ടില്ല, കൈ കൊണ്ടിട്ട് തൊട്ടിട്ടില്ല, കാല് കൊണ്ടിട്ട് ഉമ്മയുടെ ഗർഭകോശത്തിൽ നടന്നിട്ടില്ല. സമ്പൂർണമായിട്ടും യൂസ് ആയോണ്ടുന്നത് കേവലം ഒരു പീസ് വയറ് മാത്രം, പൈപ്പ് മാത്രം, നിങ്ങളുടെ പൊക്കളുടെ പൈപ്പ് മാത്രം എല്ലാം അതിന് മുഖാന്തര പടച്ചറപ്പ് നിങ്ങളുടെ ശരീരത്തേക്ക് തന്നോണ്ടിന്ന മനുഷ്യര് ഭൂമിക്ക് ബന്നൽ പിന്നെ കൈ ബന്നിറങ്ങുമയ്യാവലാന്ത, കാല് ഭൂമിക്ക് ബന്നൽ പിന്നെ ബന്നിറങ്ങുമയ്യാവലാന്ത. ഏതൊരു ജീവജാലത്തുക്കും കൈയും കാളും ഏതൊരു വസ്തുവും ഉണ്ടായത് അതിന് ഉമ്മയുടെ ഗർഭകോശത്തില് നായായെങ്ങും പൂച്ചായെങ്ങും പക്ഷിയായെങ്ങും അത് അതിന്റെ ഗർഭകോശത്തെ ഉൾഗത്തിലിക്കുമ്പോ അല്ലെങ്കിൽ മുട്ടയുടെ ഉൾഗത്തിലിക്കുമ്പോ സെറ്റപ്പായിട്ട് പുറത്തേക്ക് പണ്ടത്. ഏതൊരു പക്ഷിയുടെ രക്കയാവട്ടോ അതിന്റെ കൊക്കാവട്ടോ അതിന്റെ കണ്ണാവട്ടോ കാളാവട്ടോ എല്ലാം മുട്ടയുടെ ഉൾഗത്തിൽ സെറ്റപ്പായിട്ട് പുറത്തേക്ക് പണ്ടത്. ബോരിയാവട്ടോ പൂച്ചയാവട്ടോ കുഞ്ഞു വീക്കട കാണുമെന്നുള്ള അതിന്റെ ഗർഭകോശത്തിലേക്കിട സന്ദർഭത്തിൽ കൈക്കാളെല്ലാം ഫിക്സ് ആയിട്ട് റെഡി ആയിട്ട് ഇവിടെ പുറത്തേക്ക് വന്നാൽ പിന്നെ അവിടുതല്ല, പുറത്തേക്ക് വന്നാൽ പിന്നെ വിളയിടേണ്ട മാത്രം പുറത്ത് ഉണ്ടാവിടുതല്ലേ. മറ അങ്ങനല്ലടാ. തയ്യും മുള്ളും അതേപോലെ കാട് പ്രദേശത്തിൽ നിന്ന് എന്തെല്ലാം ബസ്തിലെ മറമുട്ടില്ലേ, തയ്യില്ല പള്ളിയില്ല. ഇത് ഏതും മണ്ണിടെ ഉൾഗത്തിൽ സെറ്റപ്പായിട്ട് വണ്ടില്ല. മണ്ണിടെ ഉൾഗത്തിൽ അതൊക്കെ ഇലയിക്കില്ല, അതൊക്കെ കൊമ്പിക്കില്ല, അതൊക്കെ ഗള്ളിക്കില്ല. അതേപോലെ അതൊക്കെ ഏത് രൂപത്തിൽ നിന്ന് അതിന് തിരിയിക്കില്ല. അതല്ലെങ്കിൽ ഏത് രൂപത്തിലും അതൊക്കെ വേണമായിട്ടുള്ള പല വസ്തുവാ എന്തും അതിലേക്കില്ല. അതിൽ പൂവിക്കില്ല, അതിൽ കായിക്കില്ല, എന്തുമിക്കില്ല. കേവല ചെറിയ രൂപത്തിൽ ഇങ്ങനെ കൊടിച്ചോണ്ട് പണ്ട് ഭൂമിയുടെ മേൽക്ക് വന്നൽ പിന്നായിട്ട് കിടതൊക്കെ എല്ലാം ഉണ്ടാവിടത്. കൊമ്പും ഗള്ളും അതേപോലെ അതൊക്കെ വേണമായിട്ടുള്ള പല വസ്തുവും എല്ലാം ഉണ്ടാവിടത്. ഇലയും ഉണ്ടാവിടത്, ചിഗുറുണ്ടാവിടത്, എല്ലാം ഭൂമിയുടെ മേൽക്ക് വന്നൽ പിന്നെ എന്റെ എന്നെ മണ്ണിന്റെ ഉൾക്കത്തിലെ സെറ്റപ്പായിട്ടത് അല്ലേ. ഒരു ചെറിയ ഒരു തൈ ഭൂമിയുടെ മേൽക്ക് വന്നത്ര അത് എന്തിരത്തെ തൈ ചെന്ന് കണ്ടുപിടിക്കുക സാധ്യയില്ല. അതൊക്കെ ഇല ബർമുത്തുകായിട്ട് ഇത് മാങ്ങയുടേത്, ഇത് തേങ്ങയുടേത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല വസ്തു, ഇത് കുമ്പിളിങ്ങടത്, അതെല്ലാം ചൗത്തരത് അല്ലെങ്കിൽ കെക്കുരിങ്ങടത്, ഇതെല്ലാം ഗൊന്തവിടെ പതുക്കെ നല്ല ഇല ബർമുത്ത് കണ്ട് ഗൊന്തവിടെ പരിചയം കിട്ടുന്നത് നമുക്ക്. അത് മേൽക്ക് വന്നിൽ പിന്നെ ഉണ്ടാവുന്നത്. എന്റെ മനുഷ്യടതും ബാക്കി ജീവജാലത്തത് ഉമ്മയുടെ ഗർഭകോശം ഇറച്ചി പോലത്തത് പുറത്തേക്ക് വന്നാൽ പിന്നെ കൈ കാളൽ ഇങ്ങനെ വിളയാത്തത് എന്തേ? എന്തത് ഗർഭകോശത്തെ ഉൾക്കത്തിലെ സെറ്റപ്പായിട്ട് പണ്ട് എല്ലാം ഫിക്സ് ആയിട്ടുള്ള കറക്റ്റ് ക്ലിയർ സെറ്റായിട്ട് പണ്ട് എങ്ങനെ അത് വലിയ ബിസി ആലോചനക്കൊണ്ടായത്. എന്തൊക്കെ തെരിയുവാ ഈ കൈ കാള് മൂക്കു കണ്ണെന്ന് ഉമ്മയുടെ ഗർഭകോശത്തിൽ ആളുകൾ ഉപ്പക്കാർത്തേക്ക് കിട്ടിയിട്ടേ ഇല്ല. അത് വെറുതെ എന്തുമായിട്ട് വെറുതെ എതിർ ഉൾക്കത്തിൽ ഉപ്പക്കാർത്തേക്ക് പൊക്കുളു മാത്രം. ഭൂമിക്ക് ബറലോടുകൂടെ പൊക്കുളുടെ സംബന്ധം കൊണ്ട് കെട്ടായത്. അത് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എല്ലാ പാർട്സും ഉപകാരത്തുകൊള്ള എല്ലാ ഉപകാരത്തും ഏതും യൂസ്ലെസ് ഏതും ഇല്ല, എല്ലാം യൂസ് ആവും. പൊക്കുൾ ആർക്കെങ്കിലും യൂസ് ആവും. എന്തിർത്തുകൾ ആ പൊക്കുളു ബാത്റൂം ബാത്രമേലൊരു ഉറവട്ടെ, അത് ഉൾക്കത്ത് കണക്ഷൻ ഇല്ലാത്ത ഒരു കല പോലത്തെ ഉറവട്ടെ, അതിൽ മണ്ണ എങ്ങനെ കൽകിടക്കെത്തിയ സമയത്തില്ല കുറേ ആൾമാർക്ക് മണ്ണ് ചോരി ഒട്ടിക്കിട് എന്തിർത്തുക മുന്നോളല്ല. ഈ പിറാന്ത നായി കടിച്ചെങ്കിൽ ചുറ്റുഭാഗത്തേക്ക് 40 ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരുന്ന പൊക്കുൾ അതൊക്കെ ഒരു പോയിന്റ് ഇണ്ട്. പിന്നെ ആണിങ്ങൊക്കെ പൊക്കുൾ ചെന്നെങ്കിൽ ഒരു ഔറത്തേക്ക് ഒരു പോയിന്റ് വേണമല്ലോ. മുട്ടയും പൊക്കുളുടെയും ഇടയിലുള്ള ജാഗ കണക്കാക്ക ഒരു പോയിന്റ്, ഒരു ഡോട്ട് അതൊക്കെ അകത്തിയുണ്ട്. അത്ര അല്ലാതെ എന്തും അതിലൊരു ഫലയില്ല. അല്ല അതിൽ തിന്നോകാവില്ല, കുടിക്കോകാവില്ല, എന്തും ആവില്ല. വെറുതെ വേസ്റ്റ്. ഇത്ര വില വേത്തലത്തിൽ ചെറിയൊരു പൊക്കുൾ. അത് ഗർഭകോശത്തിൽ ഉപകാരം കൂടെ ഉപകാരം ഇല്ല. കൈകാളെല്ലാം ഗർഭകോശത്തിൽ ഉപകാരത്തില്ല. പിന്നെ എല്ലാം യൂസ് ആവും.
ಅಪ್ಪ ನಾ ಇದು ಚೆಲ್ಲಂದಿಗೆ ಚೆನ್ನಂಗಿ ಉಮ್ಮಡ ಗರ್ಭಕೋಶ ಚೆಲ್ಲದ್ರು ಪ್ರಪಂಚ ಅದು ಮನುಷ್ಯರ ಪ್ರಾಥಮಿಕ ಹಂತ ಇಟಕಡದ ಮನುಷ್ಯಗೆ 3 ಹಂತ ಉಂಟು. ಮನುಷ್ಯರ ಉಮ್ಮಗಡ ಗರ್ಭಕೋಶದಲ್ಲಿ ಇನ್ನೊರು ಜೀವನ ಈ ಭೂಮಿയിൽ ಇನ್ನೊರು ಜೀವನ ಮರಣ ನಂತರ ಇನ್ನೊರು ಜೀವನ 3 ಜೀವನ മനുഷ്യക ഗർഭകോശത്തിൽ ഇന്ന കിടാവ് ഇന്നത് അതെല്ലാം സെറ്റപ്പ് ആയിട്ട് പണ്ടെന്ന് കണ്ട് ചെന്നെങ്കിൽ അത് ഗർഭകോശത്തിൽ യൂസ് ആവുകയല്ല. പതൽക്ക് ഇന്നൊരു പ്രപഞ്ചത്തേക്ക് വന്നപ്പോ യൂസ് ആവുകയുള്ളത്. ഗർഭകോശത്തെ ഉൽഗത്തിൽ 2 മക്ക ഉണ്ടെന്ന് പേരിച്ചു. ട്വിൻസ് മക്ക ഉള്ളവർ അവളെ ജവളി 2 മക്ക ഉള്ള 2 പേര് ഒരു കിടാവ് ചന്ത ഇന്നൊരു കിടാവ് ഇതെല്ലാം നിക്ക് കൈകാളി എന്തുകളാ വെറുതെ ഒരു കിടാവ് ചന്തത് വെറുതെ കണ്ണെന്തുകളാ അതെല്ലാം വെറുതെ അത് വെറുതെ. അപ്പൊ ഇന്നൊരു കിടാവ് ചന്ത് അത് ഇന്നൊരു പ്രപഞ്ചത്തേക്ക് നമുക്ക് പോകുന്നു. ഭൂമിയുടെ ആ റായത്ത് അവിടെ ആകാശം, അവിടെ സൂര്യനുണ്ട്, അവിടെ ചന്ദ്രനുണ്ട്, അവിടെ ഭൂമിയുണ്ട്, അവിടെ മണ്ണുണ്ട്, അവിടെ മറവുണ്ട്, അവിടെ കാടുണ്ട്, അവിടെ കടലുണ്ട്, കുറെ ആൾമാരെല്ലാം ഉള്ളവരുടെ. അപ്പൊ ഇന്നൊരു കിടാവ് ചെല്ല നിക്കങ്ങനെ വന്നാ നീ പോയിട്ട് വന്നിരേ നീ ഉമ്മടെ ഗർഭകോശത്തെ ഭൂമിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നീ നോക്കിരേ ആകാശ ഭൂമി ചന്ദ്ര സൂര്യ ഇതെല്ലാം വെറുതെ അതെല്ലാം കളവുള്ള നീ നമ്മണ്ടല്ല. ആറ് നോക്കിട്ട് വന്നറ ഉമ്മടെ ഗർഭകോശത്തെ ഉൾക്കത്തെ പോയിട്ട് പുറത്ത് പോയിട്ട് ആറ് നോക്കി വന്നറ അതെല്ലാം വെറുതെ അല്ല അങ്ങനല്ലേ ചെല്ലു. ഗർഭകോശത്തെ ഉൾക്കത്തിൽ നിന്ന് കിടാവുക ആകാശത്തെ ഭൂമി എന്തെന്നോ എന്തും ഇല്ല. അങ്ങനെ ടിക്കട് മരിച്ചൽ പിന്നെ ഒരു പ്രപഞ്ചം ഉണ്ടോ ചെല്ലതൊക്കെ ഒരു ഉദാഹരണ ഈ ദുനിയാവായി ടിക്കട്. മരിച്ചൽ പിന്നെ ഉണ്ട് ചെന്ന് നമ്പിക്ക് എന്തൊക്കെ ഈ ദുനിയാവു. ഒരു മനുഷ്യ എന്തെങ്കിലും ശിക്ഷയാക്കി എന്തെങ്കിലും തപ്പാക്കെങ്കിൽ ശിക്ഷ കൊടുക്കണ്ടേ, നല്ല സ്വറാക്കെങ്കിൽ രക്ഷ കൊടുക്കണ്ടേ, ഉണക്ക് വേണായ പ്രോത്സാഹം കൊടുക്കണ്ടേ, അത് ന്യായമായ രൂപത്തിലാവണ്ടേ. തപ്പുകു സമ്പൂർണമായിട്ടും ശിക്ഷ കൊടുക്കുന്ന ഒരു കാണോണക്രമ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലടാ. എങ്ങനെ ഒരു മനുഷ്യ തപ്പാക്കെങ്കിൽ സമ്പൂർണമായിട്ടും ആ മനുഷ്യക്ക് ശിക്ഷ കൊടുക്കുന്ന പോലത്തെ കാണൂൺ ഈ പ്രപഞ്ചത്തിലില്ല. അത് ഇസ്ലാമിക് കാണൂണും പൂർണ്ണമായിട്ടും ഒരു ശിക്ഷ നടപ്പിലാക്കുക സാധ്യമേ ഇല്ല. ഇന്ത്യത്തെ കാണൂണിലും സാധ്യയില്ല. വിശ്വസംസ്ഥയുടെ കാണൂണിലും പൂർണ്ണമായിട്ടും ഒരാൾക്ക് ശിക്ഷ കൊടുക്കുക സാധ്യമേ ഇല്ല. അപ്പൊ അതൊക്കെ ശിക്ഷ വേണോ ശിക്ഷ കിട്ട പോലത്തെ പ്രപഞ്ചമായിട്ട് ഇവിടെ പരലോക ചെല്ലത് അർത്ഥായില്ല. ഒരാള് കൊന്നാട്ട് കണ്ടെങ്കിൽ കൊന്നവണക്ക് കൊടുക്കട മാക്സിമം ശിക്ഷ ഏതുണ്ട് കണ്ടെങ്കിൽ ഹാങ്കിങ് ആയിട്ട് ഇവിടെ കലത്തേക്ക് പള്ളിയിട്ടിട്ട് തൂക്കിടമാ, അല്ലെങ്കിൽ തലറുത്ത് കൊള്ളിടമാ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ട് കൊള്ളിടമാ. ജീവാവധി ശിക്ഷ ഒരു 10-12 14 വർഷം. അതുമല്ല മാക്സിമം ശിക്ഷ ഒരാളെ കൊന്നെങ്കിൽ കൊന്നവന്റെ കൊള്ളാ ചെറുടെ ഒരു ശിക്ഷ മാത്രം. അതിനെ കാണാൻ അപ്പുറത്തുള്ള ഒരു ശിക്ഷ കൊടുക്കുക സാധ്യയില്ല. കൊന്നവന്റെ കൊള്ള മാക്സിമം ശിക്ഷ. ഇസ്ലാമോട് ചില ശിക്ഷ അതേപോലെ കൊന്നവണ്ട് എന്തിനാക്കണോ തിരിച്ചു കൊള്ളണോ ശിക്ഷ. ഒരുത്ത 2 ആളെ കൊന്നെങ്കിൽ എന്തിനാക്കണായ, ഒരുത്ത 10 ആളെ കൊന്നെങ്കിൽ എന്തിനാക്കണായത്. ഒരാള് 10 ആളെ ബോംബ് ഉപയോഗിച്ചിട്ടാ ഗുണ്ടിട്ടിട്ടാ കൊത്തിട്ടാ കൊന്നാണ്ട് കണ്ടെങ്കിൽ എത്ര ശിക്ഷ കൊടുക്കവണക്കും. ഓർക്കമേവകളിൽ ശിക്ഷ കൊടുക്കുക. അവിടെ കൊന്നവന്റെ 2 വട്ട കൊള്ളകാവില്ലടാ. ഒരാളെ 2 വട്ട കൊള്ളകാവില്ല. 10 ആളെ കൊന്നേക്കും ശിക്ഷ ഓർക്കമേ. 100 ആളെ കൊന്നെങ്കും അവനക്ക് ശിക്ഷ 1, ഒരാളെ കൊന്നെങ്കും ശിക്ഷ മാക്സിമം 1 ഏറെ കൊടുക്കുക അവിടെ. അപ്പൊ ഒരുത്തടെ കൊന്നേക്ക് ശിക്ഷ കിട്ടിത്ത് ഇന്നൊരുത്ത മരിച്ചവണ് കേക്കടാ നന്റെ കൊന്നേക്ക് എന്തൊരു ശിക്ഷ അവണക്കൂ. അവന്റെ കാലത്തേക്ക് ബല്ലിട്ട് കൊന്നിട്ടില്ലേ അത് അവന്റെ കൊന്നേക്ക് കൊന്നേ, നന്റെ കൊന്നേക്ക് ശിക്ഷ വേണ്ടേ. ഇന്നൊരുത്ത കേക്കട നണ്ടേ അവനെ കൊന്നരേ അതൊക്കെ എന്തൊരു ശിക്ഷ. പിന്നൊരുത്ത കേക്കട നണ്ടേയും അവനെ മറഡറാക്കിയിട്ടേ അതൊക്കെ എന്തൊരു ശിക്ഷ. എന്തിനു ശിക്ഷ കൊടുക്കുക സാധ്യമില്ല. ഒരാളെ 10 വട്ട ഗള്ളിക്ക് ശിക്ഷ കൊടുക്കുക ആവൂല്ല. മുഞ്ഞാണ്ട് എന്തിനാ അഫ്നാണ് എന്തിനുണ്ട് പേര് കേരളത്തോർത്താ അല്ലേ. 5 ആളെ സുത്തലടിച്ചിട്ട് നറഹത്യ ആക്കിയ രൂപത്തിൽ 5 ആളെ സുത്തലടിച്ച് കൊന്ന. എത്ര കൊന്നേക്ക് എത്ര ശിക്ഷ കൊടുക്കുന്ന ലാസ്റ്റ് ഗള്ളു ശിക്ഷ കിട്ടും, ഓർക്കമ്മേ കിട്ടും. അത് ഒരാളെ കൊന്നേക്ക് ബദലായിട്ട് ബാക്കി 4 ആളെ കൊന്നേക്ക് ശിക്ഷ എന്തിനു കൊടുക്കുക അവിടെ സാധ്യയില്ല. അപ്പൊ എന്താവണോ അത് ശിക്ഷ കിട്ടണ്ടേ. ഇല്ലെങ്കിൽ നീതി അവിടെ എങ്ങനെ, ഇല്ലെങ്കിൽ ന്യായം അവിടെ എങ്ങനെ. സമ്പൂർണ്ണമായിട്ട് ന്യായം കൊണ്ട് കണ്ടെങ്കിൽ ആക്കിയ തപ്പുക എല്ലാത്തും എണ്ണി ശിക്ഷ കൊടുക്കണ്ടേ. അതൊക്കെ ഒരു പ്രപഞ്ചം ഉണ്ടോ, ഇന്നൊരു പ്രപഞ്ച. ഒരാള് നല്ല സൊറാക്കെങ്ക മനുഷ്യര്, ഒരാള് നല്ല സൊറാക്കെങ്കത് പ്രതിഫല കിട്ടണ്ടേ. 6 സമ്പൂർണമായിട്ടും പ്രതിഫല കൊടുക്കുക ഒരാൾക്കും സാധ്യയില്ല. നിങ്ങൾ നോക്കിയുള്ള ഉദ്ധപ്പെട്ടു പള്ളി പുനർനിർമ്മാണ അവിടെ സന്ദർഭത്തിൽ ഉരുളാക്ക് കൊടുത്ത
കൊടുത്തവനുള്ള, 10 ലാഖ് കൊടുത്തവനല്ല, 2 ലാഖ് കൊടുത്തവനുള്ള, 50,000 കൊടുത്തവനുള്ള, മാക്സിമം ಯಾರ ನಿಂಗೆ ಸದಕ ತಂದಂಗ ಹದಿಯ ತಂದಂಗ ನಿಂಗೆ ಎಂದ್ರ ಕೊರ ಲಾಸ್ಟ್ ಗಮನಗೋ ಎಂದ್ರ ಕೊರ കമ്മിറ്റിയുടെ ഉറൂസണ്ട് വിളിച്ചിട്ട് ഒരു 100 രൂപയുടെ ഷാളും 150 രൂപയുടെ മൊമെന്റോ 250 രൂപയുടെ ഒരു സമ്മാനം. എത്ര ചെലവാക്കേക്ക്? 10 ലക്ഷം രൂപ ചെലവാക്കേക്ക്. ഈ 250 രൂപ പോയിട്ട് മാർക്കറ്റ് പോയിട്ട് കൊടുത്തിട്ട് അത്ര കണ നല്ല ഷാല നമുക്ക് കിട്ടാല എന്താ എനിക്ക് 10 ലക്ഷം ചെലവാക്കണം അല്ലേ? അപ്പൊ അവന് കൊടുത്തതിക്ക് പ്രതിഫലം കിട്ടണ്ടേ? 10 ലക്ഷം രൂപ ധർമ്മത്തിതല്ലേ, 1 ലക്ഷം രൂപ ധർമ്മത്തിതല്ലേ, നയിച്ച കാശല്ലേ, എന്തൊക്കെ പള്ളിക്ക് കൊടുക്കണോ? ಅದಕ್ಕೆ ಆರು ಪ್ರತಿಫಲ ಕೊಡುಕುವ ನಂಗೆ ಕೊಡ್ತಂಗೆ ಎತ್ರ ಕೊಡುಕುವ അത് വലിയ വിജയ. അപ്പൊ അതൊക്കെ രക്ഷ കിട്ടണേ ആയിട്ടില്ല. നീതി കിട്ടണ്ട. നമുക്ക് പരിപൂർണമായിട്ടും നീതി കൊടുക്കുക ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് സാധ്യമില്ല. നിങ്ങൾ നോക്കിയാളോ അബ്ദുൽ നാസർ മഅദനി ചെല്ലൊരു ഉസ്താദ് 30-35 വർഷമായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടുള്ളത്. ഇന്നും അയാള് അപരാധി ചെന്ന് തീർമാനാക്കൂ കാണോടുക്കും തീരിട്ടില്ല. അയാൾ തപ്പി ചെന്ന് തീർമാനാക്കൂ തീർപ്പ് കൊടുക്കൂടെ പോലത്തൊരു ആധാറും നിന്നും കിട്ടിട്ടില്ല. ഇന്ത്യയിലെ ദയനീയ പരിസ്ഥിതിയിലൂടെ